ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തുടരുന്നു സനദില്ലാതെ. മാഷാ അല്ലാഹ്. വകാന ലഹു ലികാഹുൻ വഗനമുൻ യതഖവ്വതു ഹുവ വഅഹ്ലുഹു മിൻ അൽബാനിഹാ. റസൂലുള്ളാഹി തങ്ങൾക്ക് നല്ല പാലട്ടകം, ആട്, ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് ഹബീബും കുടുംബവും ഫാമിലിയും അതിൻ്റെ പാലൊക്കെ ഉപയോഗിക്കും. ഒരു സാധാ ജീവിത. വക്കാന ലഹു അബീദും വ ഇമാഉൻ. സ്ത്രീകളും പുരുഷന്മാരുമായ അടിമകളുണ്ടായിരുന്നു. ലാ യർതഫിഉ അലൈഹിം ഫീ മഅ്കലിൻ വലാ മൽബസിൻ. അവരടിമകളാണെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിലും വസ്ത്രത്തിലൊക്കെ സമ. ഓൽക്കും നബിക്കും കുടുംബത്തിനൊക്കെ. മാഷാ അല്ലാഹ്, എന്തൊരു സ്വഭാവം. ഒരു പോയിന്റ്. വലാ യംളി ലഹു വഖ്തുൻ ഫീ ഗൈരി അമലില്ലാഹി തആല. അമലില്ലാഹി തആല, അല്ലാഹുവിനുള്ള അമലില്ലാതെ ഒരു സമയവും ഹബീബിന് കഴിഞ്ഞു പോവില്ല. ഏതൊരു സെക്കൻഡും അള്ളാഹുവിനെ കിട്ടുവാൻ വേണ്ടി, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടാൻ പാടില്ല അമല. ആ ഒരു അമലില്ലാതെ സമയം പോകില്ല. ഞാൻ ആലോചിച്ചു, നമ്മളൊക്കെ ഇത്ര ടൈമാ വേസ്റ്റായി കളിയാ. അതിൻ്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കും. റോഹിനെ പിടിക്കാൻ വരും, പറയും റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ കരീം. കുറച്ച് നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇപ്പം അസ്വദ്ദഖ വഅകും മിന സ്വാലിഹീൻ. നല്ല മനുഷ്യനായിക്കോളാം, സ്വതക്ക ചെയ്തോളാം പറയും. പക്ഷേ ആ വാക്കൊക്കെ വെറും അസ്ഥാനത്താണ്. ഒരു കാര്യം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ മരിച്ചില്ലല്ലോ, എത്രയോ സമയങ്ങളാ വേസ്റ്റാക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വിശുദ്ധ റബീഉൽ അവ്വലല്ലേ, നാക്ക് ചലിച്ചു കൊണ്ടിരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ സല്ലൽ ഇലാഹു അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അങ്ങനെ സ്വലാത്തിന് എത്ര അൽഫാദുണ്ട്. ചൊല്ലന്നെ 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 ചൊല്ലന്നെ. ഈ അടുത്ത് ഞാനൊരാളെ കണ്ടു. അദ്ദേഹം വളരെ മോശമായി ജീവിച്ചയാളാണ്. ഇപ്പോൾ ഒരു 42-43 വയസ്സുണ്ട്. ഇയാൾ നല്ലൊരവസ്ഥയിലാണ്. ഓതി പഠിച്ചതൊന്നുമല്ല. പിന്നെ സ്വലാത്ത് നല്ലോ 20-ാം വയസ്സ് മുതൽ സ്വലാത്തും എല്ലാം തുടങ്ങും. പാള ഹാലും മാറും. അപ്പം നല്ലൊരവസ്ഥ. നല്ല ഹിക്മത്തുകൾ സംസാരിക്കും. അപ്പോൾ സ്വലാത്ത് ഒരു മുറബിയായ ശൈഖിൻ്റെ സ്ഥാനത്ത് നമ്മൾ കിട്ടാവുന്നില്ല. കാര്യം തന്നെ പറഞ്ഞത്. ഔ ഫീമാ ലാ ബുദ്ദ ലഹു മിൻഹു മിൻ സ്വലാഹി നഫ്സിഹി. അല്ലെങ്കിൽ അവനവൻ്റെ കാര്യം, നഫ്സിൻ്റെ സ്വലാഹ്, അതുപോലത്തെ അത്യാവശ്യങ്ങളിലായിട്ടേ ഹബീബിന് സമയം പോവൂ. എന്നാൽ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, അല്ലെ വീട്ടിലാണ്, അങ്ങനെയൊന്നുമല്ല. ഫ്രണ്ട്സിനോട് കൂടെയൊക്കെ യഖ്റുജു ഇലാ വസാത്തീനി അസ്ഹാബിഹി. തൻ്റെ സുഹൃത്തുക്കളുടെ, തൻ്റെ സഖാക്കളുടെ തോട്ടങ്ങൾ, തോട്ടം കാണാൻ പോവും. അവിടെ പോയിരിക്കും. ഖനല്ല റസൂലുള്ളാഹ്, ഖനമില്ലാത്ത വലിയ നേതാവാണ്. ലാ യഹ്തഖിറു മിസ്കീനൻ ലിഫഖ്രിഹി വസിമാനത്തിഹി. സാധുക്കളെ വല്ല സാധുത്രത്തിന് വേണ്ടിയോ, കുഴവാദം പോലത്തെ അസുഖങ്ങൾക്ക് വേണ്ടിയോ, വേറെ വേണ്ടിയോ നിസ്സാരാക്കൂല. നമുക്കുണ്ടല്ലോ എന്തെങ്കിലും കമ്മിലാൾക്കട്ടെ, അതിന് ചുണ്ടോണ്ടോ അങ്ങനെയൊക്കെ ആക്കെ നമ്മളെ കമ്മിയാണ്. ഓനങ്ങനെ ആരാക്കി അന്നല്ലേ. ഒരാളെയും റസൂലുള്ളാഹി ചെറുതാക്കി കാണില്ല. വലാ യഹാബു മലിക്കൻ ലിമുൽക്കിഹി. ഒരു രാജാവിനെയും തൻ്റെ അധികാരം കണ്ട് ഭയപ്പെടൂല. എന്തിന് ഭയപ്പെടുന്നു? യദ്ഉ ഹാദാ വഹാദാ ഇലല്ലാഹി ദുആഅൻ മുസ്തവിയ. ഇവനെയും ഈ രാജാക്കന്മാരൊക്കെ അള്ളാഹുവിലേക്ക് സമപ്രകാരം ക്ഷണിക്കും. പേടിയ റസൂലുള്ളാഹി തങ്ങൾക്കില്ല.
ഖദ് ജമഅ അല്ലാഹു തആല ലഹു സീറത്തൽ ഫാളില. അല്ലാഹു തആല വളരെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ ഹബീബിൽ ഒരുമിച്ച് കൂട്ടി. വസ്സിയാസത തമ്മ, പരിപൂർണമായ ഭരണസംബന്ധമായ കാര്യങ്ങളും നല്ല ഭരിക്കാൻ കഴിയുന്ന ആളെ റസൂലുള്ള. ലോകം മൊത്തം ഭരിച്ച ആളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേ മാനാക്കല്ല, ഒക്കെ നിയന്ത്രിച്ച് കൊണ്ടിരിക്കല്ലേ, ഒക്കെ ഉഷാറ റസൂലുള്ള. അങ്ങനെയൊക്കെയാണെങ്കിലും വഹുവ ഉമ്മിയുൻ ലാ യഖറഉ വലാ യക്തുബു, എഴുതാനും വായിക്കാനും അറിയില്ല. ഉമ്മിയർ എന്താ? ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ടയാൾ. അതായത് ഉമ്മാൻ്റെ പാലുടിച്ച് കിടക്കുന്ന കാലുണ്ടല്ലോ, അന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. ഫേ എന്ന് പറയാനും പിന്നെ മൂത്രയിക്കാനും മറ്റിടാനൊക്കെ നമുക്കറിയുള്ളൂ, പിന്നെ തിന്നാനും. എഴുത്തും വായനറിയില്ലല്ലോ ഉമ്മയെ. എന്നാൽ ആ എഴുത്തും വായനും അറിയാത്ത ഉമ്മയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം വരെ അങ്ങനെ തന്നെ. നമ്മൾ നന്നാക്കൊന്നും വേണ്ട, അറിയാനും ചില സമയത്ത് മുഅ്ജിസത്ത് കൊണ്ടെന്താവും, അറിയാതെ പഠിക്കാതെ മുഅ്ജിസത്ത് കൊണ്ട് വായിക്കും. അങ്ങനത്തെ ഉമ്മിയായ മുത്തുനബി സാഹിത്യത്തിൻ്റെ തിരുമൂർത്തിയിലെത്തിയ, അല്ലെങ്കിൽ സാഹിത്യം കൊണ്ട് അമ്മാനമാടുന്ന അറബികളെ വെല്ലുവിളിച്ചു. യാസീൻ ദണ്ട് ഓത നബി വന്നുണ്ട്. ഇവല അന്തം വിട, റബ്ബ് എന്തായി കേൾക്കണത്? നമ്മൾ സാധാരണ ഉച്ചരിക്കുന്ന യാവും സീനുള്ള ഈ മുഹമ്മദ് ഉച്ചരിച്ചത് എന്താണിത്? അന്തം വിട്ടുപോയി. ബുദ്ധിലോലൊന്നും പ്രതികരിക്കാനൊന്നുമില്ല. ഓൽക്കറിയാം ഒരു സാഹിത്യത്തിൻ്റെ ഉന്നതമായ സ്ഥാനം അതെവിടെ തോൽക്കാറായത്. അതൊക്കെ പരിധി വിട്ട് കിടന്നനായി. മാഷാ അല്ലാഹ്. ഏതൊരു പൊട്ടൻ അൽക്കാരിയത്തും അൽക്കാരിയ സമാനമായത് കൊണ്ട്, സമാനമല്ല ഓൻ്റെ കാഴ്ചയിൽ, ഒത്തുല്ലയിൽ അന്തോലോൽ നിന്നിട്ടില്ല. ഓൽക്കറിയാം ഇതെന്തോ. ചിലർ പറഞ്ഞു ഇതൊരു പാട്ടാണ്. കാരണം ഒരു മിസ്രായ കാണും പാട്ടെന്താ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂന മിമ്മാ തുഹിബ്ബൂന അപ്പോൾ ഒരു മിസ്രാഹ് കാണുമ്പോൾ ഒരു മനസ്സിലത് പാട്ടാണ്, അടുത്ത് ഇശ്ലക്കൂല. ഇത് പാട്ടാണ്, ഇത് പാട്ടല്ല, ഇത് സിഹറാണ്, ഇത് അവസാനം കെട്ട് കഥയാണ്. എന്ത് ഇത് റസൂലുള്ളയാണ്, അള്ളാഹുവിൻ്റെ ദൂതരല്ലേ. മാഷാ അല്ലാഹ്. നശഅ ഫീ ബിലാദിൽ ജഹ്ലി, ജഹ്ലിൻ്റെ നാടുകളിലായിട്ട് റസൂൽ വളർന്നു. ഫീ ഫഖ്രിൻ, ദാരിദ്ര്യത്തിൽ വളർന്നു. ഫീ ദിആത്തിൽ വനമി, ആടിനെ നോക്കും. റസൂൽ ആട് നോക്കിയല്ലോ, നമ്മൾ നോക്കണം. പുണ്യ യതീമ ലാ അബലഹു വലാ ഉമ്മ, ചെറുപ്പത്തിലെ വാപ്പ ഇപ്പച്ചിനെയും കണ്ടിട്ടേ ഇല്ല. മാഷാ അല്ലാഹ്. പുന്നാര ഉമ്മയെ ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞു. ഉമ്മാൻ്റെയും വാപ്പാനെയും പറ്റു വേണ്ടാന്ന് കരുതിയിട്ട് അള്ളാഹുത്തആല അങ്ങനെ ആക്കിയാണ്. യത്തീം അതല്ലേ, യത്തീം മക്കളെ കാണുമ്പോൾ ഹബീബിന് ഓർമ്മ വരുന്നത്. അങ്ങനെ ഫഅല്ലമഹുല്ലാഹു ജമീഅ മഹാസിനിൽ അഖ്ലാഖ് വത്തുറുക്കൽ ഹമീദ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ ഹദീസിലൂടെ എല്ലാ സംസ്കാരങ്ങളും പഠിപ്പിച്ചു, നല്ല സ്വഭാവങ്ങൾ എല്ലാം പഠിപ്പിച്ചു. വഅഖ്ബാറൽ അവ്വലീന വൽ ആഖിരീൻ, മുൻകാലക്കാരുടെ ചരിത്രങ്ങൾ, പിൻകാലക്കാരുടെ ചരിത്രങ്ങൾ എല്ലാം വരാൻ പലതും പഠിപ്പിച്ചു കൊടുത്തു. അതിനടുത്ത് വൈബറിയുന്നല്ല, അല്ലാഹു തആല പഠിപ്പിച്ചു, അതൊക്കെ നബിക്കറിയും. മനസ്സിലായില്ലേ? വമാ ഫീഹി നജാത്തു വൽ ഫൗദു ഫിൽ ആഖിറ. വമാ ഒരു കാര്യവും, ഫീഹി അതിലുണ്ട്, അന്നജാത്തു രക്ഷ, വൽ ഫൗദു വിജയം, ഫിൽ ആഖിറത്തി ആഖിറത്തിൽ. അപ്പം ആഖിറത്തിൽ വിജയവും രക്ഷയും ലഭിക്കുന്ന എല്ലാ കാര്യം പഠിപ്പിച്ചു. അത് വഹാബികൾ മണ്ടന്മാർ മനസ്സിലാക്കിയതാണ്. അവർ സാധാരണ പറയുന്നുണ്ട് ആഖിറത്തിലേക്ക് വേണ്ട എല്ലാ കാര്യം പഠിപ്പിച്ചിന് റസൂലുള്ള. അതിലേതില്ല മൗലിദില്ല, മണ്ട.
അതിൻ്റെ അർത്ഥം എല്ലാ ജുസിയാത്തും പഠിപ്പിച്ചു എന്നല്ല. ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കുല്ലിയായ കാര്യങ്ങൾ. ഇപ്പോൾ ഖുർആനുണ്ടല്ലോ, നിങ്ങൾ ഖൈറ് ചെയ്യൂ. ഹലാലായ ഭക്ഷണം കഴിക്കുക. ഒരു ഉദാഹരണം പറയാം, അതൊരു കുല്ലിയ. അതിലെന്തുണ്ട്? മന്തി കഴിക്കുക, നെയ്ച്ചോറ് കഴിക്കുക, പപ്പടം കഴിക്കുക, ഒക്കെ ഉണ്ട്. അതല്ലാതെ ആഖിറത്തിൽ രക്ഷ കിട്ടുന്ന ഓരോന്ന് അതല്ല. അത് ഈ മണ്ടൂസുകളെ ജഹിലാണ്. പിന്നെ എങ്ങനെ പറയുന്നത്? നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുന്ന എല്ലാ കാര്യവും. അതെ, ഞാൻ ചോദിക്കട്ടെ, അതിലുണ്ടോ മൗലൂദ് ഓതാൻ പാടില്ലെന്ന്? അതാ പറഞ്ഞത് കമ്മിയാള്. പിന്നെ ദുന്യാവിൽ രക്ഷപ്പെടാനുള്ള ഹിബത്തത്തും ഖലാസിൻ്റെ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി തങ്ങൾ നന്നായി പഠിപ്പിച്ചു. വാജിബി വതെർക്കൽ ഫുളൂൽ, അനാവശ്യങ്ങൾ ഒഴിവാക്കലേ, വാജിബിൻ്റെ അതിനെ ഒട്ടിരിക്കൽ എല്ലാം പഠിപ്പിച്ചു. അതാണ് നമ്മുടെ ഉലമാവ് നമ്മളെ കിതാബുകളിലൂടെ നാം പഠിക്കുന്നതും അറിയുന്നതും എഴുതുന്നതും പ്രസംഗിക്കുന്നതും. അന്ന് 14 മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വ്യക്തമായിട്ടോ അവ്യക്തമായിട്ടോ കിട്ടിയതാ. ഇവിടെ ഇജ്തിഹാദ് കൊണ്ട് കിട്ടുന്നതും ഖിയാസ് കൊണ്ട് കിട്ടുന്നതൊക്കെ അതിൻ്റെ യഥാർത്ഥ അസുല് മുത്ത് ഹബീബ് തന്നെയാണ്. മാഷാ അല്ലാഹ്. വഫഖനല്ലാഹു ലിതഅതിഹി ഫി അംരിഹി വതഅസ്സിബിഹി ഫി ഫിഅലിഹി. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബയാനു ജുംലത്തിൻ ഉഖ്റാ മിൻ ആദാബിഹി വ അഖ്ലാഖിഹി. എന്താ സുഖം നമുക്ക്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിൻ്റെ പണി വല്ലാതെ സ്തുത്യർഹമായ ഒരു മഹ്മൂദായ പണിയായി. നോക്കുക, മാ ശതമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദൻ മിനൽ മുഅ്മിനീൻ ബിശതീമ. വിശ്വാസികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് ഒരാളെയും ഷെത്മ് പറഞ്ഞിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ആവശ്യമുണ്ടാവും, അതിൻ്റെ അപ്പുറത്തറ പറയും. ഇനി അഥവാ എന്താ ഉണ്ടായിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. ഇല്ലാ ജഅലലഹ കഫാറതൻ വറഹ്മ. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഇതിനപ്പം തന്നെ ഒരു കാരുണ്യവും ഒരു പ്രായശ്ചിത്വവും ഹബീബ് നൽകും. വമാ ലഅന ഇംറഅതൻ ഖത്തു വലാ ഖാദിമൻ ബിലഅന. ഒരു പെണ്ണിനെയും ഒരു സേവകനെയും ഹബീബ് ശപിച്ചിട്ടില്ല. ഷാം പറഞ്ഞ അള്ളാഹിൻ്റെ റഹ്മത്ത് എനിക്ക് ഇല്ലാതിരിക്കട്ടെ പറഞ്ഞിട്ടില്ല. മാഷാ അല്ലാഹ്. നമ്മളൊക്കെ എന്തേ പറയേ? ജി ഷാപ്പാണ്, ജി ശപിക്കട്ടെ, അന്തല്ല നമുക്ക്. ഒരിക്കൽ ഒന്ന് ശപിച്ചാളി നബിയെ പോലെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു റഹ്മാ വലം ഉബ്അസ് ലഅനാ. എന്നെ അയക്കപ്പെട്ടത് കാരുണ്യമായിട്ടാണ്, ഞാൻ ശപിക്കാൻ വേണ്ടി വന്നവനല്ല. മാഷാ. വകാന ഇദാ സുഇല അയദ്ഉ അലാ അഹദിൻ മുസ്ലിമിൻ. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മേലിൽ എതിരായി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളെ അദല അനി ദുആഇ അലൈഹി ഇല ദുആഇ ലഹു. ആരെങ്കിലും എന്തേമെന്ന് പറഞ്ഞിട്ട് പിന്നെ എതിരായിട്ടൊന്നും വേറെ പറഞ്ഞാൽ നേരെ ഗുണമായി പ്രാർത്ഥിക്കും. മാഷാ അല്ലാഹ്. വമാ ലറബ ബിയദിഹി അഹദൻ ഖത്തു ഇല്ലാ അയ്യളിറബ ബിഹാ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ ഹബീബ് തൻ്റെ കൈ കൊണ്ട് ഒരാളെയും അടിച്ചിട്ടില്ല. നമ്മളെ കൈ കൊണ്ട് എത്ര അടിച്ചാണ്. മാഷാ അല്ലാഹ്. നമ്മളെ ഇണകളെ ശ്രദ്ധിക്കണ്ടേ. നമുക്ക് കൊട്ടാള ചെണ്ടല്ല നമ്മളെ ഇണകൾ, നമ്മളെ കുട്ടികളന്മാർ പറഞ്ഞത്. അങ്ങനെ ചില ജാഹിലുകൾ മനസ്സിലാക്കി നമ്മൾ അടിമയുടെ സ്ഥാനത്താണ് നിൽക്കുക.
ചെയ്തു പോയരുത്. ഹബീബ് എന്താ പറഞ്ഞേ? കൈ കൊണ്ട് ഒരാൾ അടിച്ചിട്ടില്ല. അടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? എവിടെ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുമ്പം വെട്ടിയിട്ടുണ്ട്, അത് ചെയ്യും. അത് വരെ അള്ളാഹിൻ്റെ ഹബീബിനെ പറഞ്ഞതിൻ്റെ പേരിലോ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ റസൂൽ ശിക്ഷ എടുത്തിട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിനെ പിച്ച് ചീന്തിയാൽ അത് നല്ല പ്രഹരം കൊടുക്കും. ദീന വലുത്. ഞമ്മക്ക് ദീനല്ല, പറച്ചില് ദീന. ഞമ്മക്ക് നമ്മളും നമ്മളെ കെട്ടിയോളും നമ്മളെ കുടുംബവും. ഞമ്മക്കെതിരെ ആരും പറയാൻ പറ്റില്ല. അതല്ലടോ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിനെതിരെ ആരും പറയാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഹയിലൂടെ ഹബീബിന് എന്തെങ്കിലും ചോയ്സ് കൊടുത്തു, അതോ ഇതോ എടുത്തോളി പറഞ്ഞാൽ റസൂല ഏറ്റവും നമ്മളെ സ്നേഹിച്ച് ഉമ്മത്തിനെ പരിഗണിച്ച് ആ രണ്ടു കാര്യത്തിൽ ഏറ്റവും ലളിതമായ സംഗതി തിരഞ്ഞെടുക്കുക. മാഷാ അല്ലാഹ്, എന്തൊരു സ്നേഹമാണ് ഹബീബിനെ. പക്ഷേ ഇല്ല അയ്യകൂന ഫീഹി ഇസ്മുൻ ഔ ഖതിയത്തു റഹ്മിൻ ഫയകൂനു അബ്അദ അന്നാസി മിൻ ദാലിക. പക്ഷേ ആ ലളിതമായ ആ തെരഞ്ഞെടുത്ത വസ്തുവിൽ ഒരു കുറ്റം കിട്ടുന്നതോ കുടുംബം മുറിക്കുന്നതോ അങ്ങനെ കൊടുക്കൂല. ഒക്കെ ശ്രദ്ധിക്കും. വമാ കാന യഅതീഹി അഹദുൻ ഹുർറുൻ ഔ അബ്ദുൻ ഔ അമത്തുൻ ഇല്ലാ ഖാമ മഅഹു ഫീ ഹാജതിഹി. മാഷാ അല്ലാഹ്. ഹേയ്, ഒരടിമ ആണോ പെണ്ണോ ഒരു സ്വതന്ത്രനോ ഹബീബിൻ്റെ അടുക്കേ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ച് തന്നാൽ ഓലോട് കൂടെ ഹബീബ് അതിനാണ് ഒരുങ്ങും. റസൂലുള്ള ആളേൽപ്പിക്കുന്നല്ല, റസൂലുള്ളാഹി തങ്ങൾ ഒപ്പണ് പോകും. പണ്ട് നമ്മൾ പറയല്ലേ, ഒരു സാധു എന്ന് പറയാം, അബൂജഹൽ ഇത്ര കാശ് തരാണ്ട് നബിയൻ, അങ്ങനെ ഉണ്ടോ ചോദിച്ചു. എന്നാ വാർ ഏതാ സമയം? റസൂലുള്ളാഹിൻ്റെ തലക്ക് ഇനാം പ്രഖ്യാപിച്ച സമയമാണ്. അതല്ലെങ്കിൽ വല്ലാതെ ശത്രുള്ള സമയ. ഇയാളും കൂട്ടിയിട്ട് അബൂജഹലിൻ്റെ വീട്ടിലേക്ക് പോയി. അബുൽ ഹക്കം തൊറാടാവാതിൽ തുറന്നു. ഇജ്ജ് പൈസ വെക്കണ്ടോ? ഉണ്ട് കയറും. നിങ്ങൾ കൊടുത്തോളാം. പന്നെടുത്ത് കൊടുത്തു. ഇതാര് കാണ്ട്? ഇവൻ്റെ ഒത്തുപത്തും ഷെയ്ബത്തും വില കണ്ട് ആ ചങ്ങൻ്റെ ഒരു കഥ. മുഹമ്മദിൻ്റെ ഉമ്മറപ്പടിയിൽ അവൻ്റെ ഉമ്മറപ്പടിയിൽ മുഹമ്മദ് വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്തില്ല. അങ്ങനെ ചോദ്യം പോകാൻ പറഞ്ഞേ, ഞാനായതുകൊണ്ട് അത് നിങ്ങൾക്കാണെങ്കിൽ അപ്പം ചത്ത് കണീനു. മുഹമ്മദ് 2 ചുമലിലും തോളത്തും 2 സിംഹാണ്. അള്ളാൻ്റെ ആളല്ലേ, അള്ളാഹ് സഹായിക്കൂലേ. വഖാല അനസ് റളിയല്ലാഹു അൻഹു വല്ലദീ ബഅസഹു ബിൽ ഹഖ് മാ ഖാല ലീ ഫീ ഷൈഇൻ ഖത്തു കരിഹഹു ലിമ ഫഅൽതഹു. ആരാ? അനസ് റളിയല്ലാഹു. 10 വർഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തവരാണ്. മഹാൻ പറയാണ്, ഈ 10 വർഷത്തിൽ എന്നോട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ ചെയ്യുമ്പോഴും ലിമ ഫഅൽതഹു, എന്തിനെ അനസേ അത് ചെയ്തു എന്നോട് ചോദിച്ചിട്ടില്ല. മാഷാ വലാ ലാമനി നിസാഉഹു ഇല്ലാ ഖാല ദഉ ഇന്നമാ കാന ഹാദാ ബികിതാബിൻ വഖദർ. എന്താ? അഥവാ വല്ലപ്പോഴും റസൂലുള്ളാഹി തങ്ങളുടെ ഇണകൾ എന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ ഹബീബ് പറയും, ദഉ, വിടൂ, അനസിനെ വിടൂ. അതൊക്കെ അനസല്ല അതിന് കാരണം, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നമ്മളെ കുട്ടികളെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചാടി പൊട്ടിയാൽ അത് വേറെ സംഭവിച്ചാൽ എന്താ നമ്മൾ ചെയ്യുക? അടിച്ച് ശരിയാക്കൂലേ? ഖാലു വമാ ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൽജഅ. ഒരു ബെഡ്റൂമിനെയും, ബെഡ്റൂം നമ്മൾ പറയുള്ളൂ, അന്ന് അങ്ങനൊന്നുമില്ലല്ലോ, ചെറിയൊരു ഇതിൻ്റെ കഷ്ണ റസൂൽ കിടക്കാനുള്ളതൊക്കെ, കിടപ്പറ, കിടക്കുന്ന റൂമിനെ റസൂൽ ആക്ഷേപിച്ചിട്ടില്ല. എന്താ?
നമ്മളൊക്കെ ചെല്ലുമ്പോഴേക്ക് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡൊക്കെ ഒന്ന് ശരിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി സുഗന്ധമൊക്കെ ഒന്ന് പൂശി ഉഷാറാക്കിയില്ലെങ്കിലേ നമ്മളെ സ്വഭാവം മാറും. അത്ര അന്തള്ളടോ ഞമ്മക്ക്. ഹബീബോ ഇൻ ഫരിഷു ലഹു ഇൽത്തജ, ഓല് വിരിച്ചാൽ ഓല് വിരിച്ചാൽ എന്താവും, അതിൽ കിടക്കും. വൈലം ഇഫ്രഷ് ലഹു, വിരിച്ചു കൊടുത്തില്ലെങ്കിലോ ഇൽത്തജ അൽ അർള്, അങ്ങനെ തന്നെ കിടക്കും, പായി കിടക്കും, അതിനകത്ത് കിടക്കും. മാഷാ അല്ലാഹ്, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊരു അതല്ല അല്ലാഹ് പറയല്ലേ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഇങ്ങനെ റസൂലുള്ളാഹി ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാലേ മഹബത്ത് കൂടും, കാണാൻ പൂതിയാവും, വല്ലാത്ത കൊതിയായിരിക്കും. അള്ളാഹു സ്വപ്നത്തിലെങ്കിലും കാണിച്ചിട്ട്, സ്വപ്നം ഉണർച്ചയിലും കാണുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു തആലയൊക്കെ തരട്ടെ. വഖദ് വസഫഹു അല്ലാഹു ഫി തൗറാത്തി ഖബല അൻ യബ്അസഹു ഫി സദ്റിൽ അവ്വൽ. തൗറാത്തിൻ്റെ 1-ാം വരിയിൽ റസൂലുള്ളാഹി തങ്ങളെ നബിയാക്കി അയക്കുന്നതിന് മുമ്പ് തന്നെ തൗറാത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ചെന്താ, ഫഖാല മുഹമ്മദുർ റസൂലുള്ളാഹ് അബ്ദിയൽ മുഖ്താർ ലാ ഫള വലാ വലി വലാ സഖാബ ഫിൽ അസ്വാഖ് വലാ യജ്സി ബിസയ്യത്തി സയ്യ വലാകി യഅഫു വയസ്ഫഹു. എന്താ മുഹമ്മദ് നബി റസൂലുള്ളാഹ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. തൗറാത്തിൽ പണ്ടല്ല, അതിൻ്റെ ഭാഷയിലായിരിക്കും. അബ്ദിയൽ മുഖ്താർ, തെരഞ്ഞെടുക്കപ്പെട്ട, നല്ല സെലക്ഷൻ നൽകപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ അടിമയാണ്. കീറാമുട്ടിയല്ല, ലാ ഫല്ല വലാ വലീൽ. എന്താ ഭയങ്കര ദേശക്കാരനോ ഒച്ചുമുള്ള ഒന്നുമല്ല, കടോര സ്വഭാവമുള്ള ആളൊന്നുമല്ല. വലാ സഖാബ് ഫിൽ അസ്വാഖ്, അങ്ങാടി പോയി ഒച്ചുമുള്ള ആളല്ല. തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കാത്ത ആളാണ്. വലാക്കി യഅഫു വയസ്ഫു, വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണ്. മൗലിദുഹു ബി മക്ക, തൻ്റെ ജന്മനാട് മക്കയിലാണ്. വ ഹിജ്റത്തുഹു ബി ത്വാബ, ഹിജ്റ പോകുന്ന സ്ഥലം മദീനയിലാണ്. യതഅസ്സിറു അലാ വസതിഹി ഹുവ വമൻ മഅഹു, അദ്ദേഹവും റസൂലുള്ളാഹി പറയണേ, റസൂലുള്ളാഹിയും റസൂലുള്ളാഹിയോട് കൂടെയുള്ള ആളുകളും അരയെടുപ്പെടുക്കും, അരമ തുണിയെടുക്കും. അപ്പോൾ തുണിയെടുക്കുന്ന ആളുകളാണ്. താൻ ക്ഷണിക്കുന്നതിൽ ഖുർആൻ വൽ ഇൽം, ഖുർആനിലേക്കും ഇൽമിലേക്കുമാണ്. ഇതൊക്കെ എവിടെയാണ്? തൗറാത്ത്. യതവല്ലഹു അലാ തറാഫിഹിം, അഗ്രങ്ങളെ മേൽ ഒളു കൊടുക്കും. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യൽ. ഇതാ 2 കാല് 2 കൈ പിന്നെ തല. വകദാലിക നഅതുഹു ഫിൽ ഇൻജീൽ, ഇപ്രകാരം തന്നെ ഇൻജീലിലും ഹബീബിനെ പറ്റിയുണ്ട്. മാഷാ അല്ലാഹ്. വകാന മിൻ ഖുലുഖിഹി അയ്യബ്ദ മൻ ലഖിയഹു ബിസ്സലാം. മാഷാ അല്ലാഹ്. ആരെയും കണ്ടാലേ ഇങ്ങോട്ട് സലാം പറയട്ടെ കരുതിക്കൂല, ആദ്യം അങ്ങോട്ടാണ് പറയും. സലാം പറയൽ സുന്നത്താണ്, മടക്കലോ നിർബന്ധ. പക്ഷേ ആ നിർബന്ധത്തിനേക്കാളുടെ പുണ്യം, ആഖിറത്തിലെ പുണ്യം മെയിനാണ് പറയാനാ. പൊതുവെ സുന്നത്തും ഫർളും നോക്കുമ്പോൾ ഫർളും കൂലിയാണെങ്കിലും സലാം പറഞ്ഞ അവിടെ പറയാന്ന് സുന്നത്തിന് വലിയ പുണ്യം. അപ്പോൾ റസൂൽ അങ്ങോട്ട് സലാം, നമ്മളൊക്കെ അങ്ങനെയുള്ളൂ, അങ്ങോട്ട് ഒന്ന് സലാം പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പറയും. വമൻ ഖാവമഹു ലിഹാജത്തിൻ സോബറഹു ഹത്താ യകൂന ഹുവൽ മുൻസരിഫ്, ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് മൂപ്പര് പോകുന്നത് വരെ ഇയാളൊപ്പം നടക്കും. അല്ലാത്ത നേതാവെന്നല്ലേ. വമാ അഖദ അഹദും ബിയദിഹി ഫയുർസില യദഹു ഹത്താ യുർസിലഹൽ ആഖിറു. മാഷാ അല്ലാഹ്. ആരെങ്കിലും ഹബീബിൻ്റെ കൈ ഒന്ന് പിടിച്ചാൽ പിന്നെ മറ്റേ ആൾ വിടണ വരെ റസൂല വിടൂലാന്ന്. അസ്സലാമു അലൈക്കും കൈ പിടിച്ചാലേ നമ്മളെങ്ങനെയെങ്കിലും ചൊറിയാൻ പാടെ ഇങ്ങനെ അഭിനയിച്ചാൽ നമ്മൾ കൈ തട്ടി വിടൂലേ. ആ പിടിച്ച ആള് ഒഴിവാക്കിയാലേ പിന്നെ റസൂല കൈ ഒഴിവാക്കുള്ളൂ. എന്തൊരു സ്വഭാവം. വഖാന ഇദാ ലഖിയ അഹദൻ മിൻ അസ്ഹാബിഹി ബദഅഹു ഫിൽ മുസാഫഹ.
റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ സഖാക്കളിൽ നിന്ന് സ്വഹാബത്തിൽ നിന്ന് ആരെങ്കിലും കണ്ടാൽ അങ്ങോട്ട് പോയി മുസാഫഹത്ത്. നമ്മളെന്താ കാത്ത് ഇങ്ങോട്ട് വരട്ടെ, കൈ ഇങ്ങനെ നീട്ടി കൊടുക്കുന്നത്, എല്ലാം പിടിച്ച് പോയിക്കോളിയാർ. ഇതങ്ങനല്ല, അങ്ങോട്ട് പോയി മുസാഫഹത്ത് ചെയ്യും. മാഷാ അല്ലാഹ്, എത്ര കൂലി മുസാഫത്തിനൊക്കെ. മുസാഫഹത്ത് ചെയ്താണ് പിരിയുന്നതിന് മുമ്പേ ചെറുദോഷങ്ങളൊക്കെ അള്ള പുറത്തിരുന്ന ചെയ്യണം നമ്മൾ മുസാഫഹത്ത്. എന്നിട്ടോ മുസാഫഹത്ത് ചെയ്തിട്ടോ സുമ്മ അഖദഹു ബിയദി ഫശാബകഹു, അങ്ങനെ ആണ് കോർക്കും മറ്റേയാളെ കൈയുമായിട്ട്. സുമ്മ ശബ്ദ ഖബ്ലതഹു, പിന്നെ ആ പിടുത്തം ആണ് ശക്തമാക്കും. വല്ലാത്ത മുത്തലബിനുണ്ട്, വല്ലാത്ത സ്വഭാവം. വകാന ലാ യഖൂമു വലാ യജ്ലിസു ഇല്ലാ അലാ ദിക്രില്ലാഹ്, ഇരിക്കുകയാണെങ്കിലും എണീക്കൊക്കെ ദിക്ർ ചൊല്ലിയിട്ട് കയറിക്കൽ എണീക്കലൊക്കെ. വകാന ലാ യജ്ലിസു ഇലൈഹി അഹദുൻ വഹുവ യുസല്ലി ഇല്ലാ ഖഫഫ സ്വലാത്തഹു വഅഖ്ബല അലൈഹി. മാഷാ അല്ലാഹ്, അള്ളാഹിൻ്റെ ഹബീബിനെ ആരെയും കാണാൻ വരുമ്പോഴേ റസൂൽ നിസ്കാരത്തിലെങ്കിൽ നമ്മളൊക്കെ എന്താ കേട്ടോ, നിസ്കാരം നീട്ടും വലിയ ആളെ കരുതാൻ വേണ്ടി. ഇത് റസൂൽ ഖഫഫ സ്വലാ, നിസ്കാരത്തെ ലഘുവാക്കും, പെട്ടെന്ന് നിസ്കാരം സലാം വിട്ടും വഅഖ്ബല അലൈഹി, മുപ്പരടുത്തേക്ക് പോകും. എന്ന് ചോദിക്കും അലക്ക അഹാജത്തുൻ, അല്ല വല്ല ആവശ്യത ഉണ്ടോ? മാഷാ അല്ലാഹ്. ഫൈദാ ഫറഗ മിൻ ഹാജതിഹി ദഅ ഇലാ സ്വലാത്തിഹി, അങ്ങനെ ആവശ്യം കഴിഞ്ഞാൽ അയാൾ ആവശ്യം വീണ്ടും നിസ്കാരത്തിലേക്ക് തന്നെ വരും. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് ആ ഹബീബ് ഒന്ന് കാണിച്ചു കൊണ്ട് റബ്ബേ, ആ തിരുമുഖം, ആ പൂമുഖം ഒന്ന് കാണട്ടെ റബ്ബേ. ഞങ്ങൾ കുറെ ഇങ്ങനെ വായിക്കുമ്പോഴേ ഹബീബിന് വല്ലാത്ത അനുരാഗം വരും, ഇഷ്ക് വരും, പ്രേമം വരും. ആ പ്രേമത്തിൻ്റെ ഫായ്ദ എന്താ? പ്രേമം 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 പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രേമത്തിൻ്റെ ഫായ്ദത്തുൽ മഹബ്ബത്തി അയഅമല ബിശരീഅത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തിൻ്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുക. വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് താടിയൊക്കെ നീട്ടി അതിൻ്റേതായ രൂപത്തിൽ നിസ്കാരങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് ദീന് പഠിച്ച് തവക്കുലാക്കി അങ്ങനെ കൃത്യമായി. അതിൻ്റെ അർത്ഥം പെണ്ണും കുട്ടികളൊന്നും വേണ്ടെന്നല്ല, അവരൊക്കെ വേണം, ഓലെ കൃത്യമായി നോക്കണം. എപ്പോഴും ഖൽബ് അല്ലാഹ്, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ്, ഖൽബിൽ ഗൈറുള്ളയാവണം, അല്ലാഹു അല്ലാത്തത്. അല്ലാഹു അല്ലാത്തുണ്ടാകാൻ പാടില്ല. ഖൽബിൽ അല്ലാഹ്, ഗൈറുള്ളല്ല, ഖൽബിൽ അല്ലാഹ് മാത്രം. പറഞ്ഞില്ലേ, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. മാഷാ അല്ലാഹ്, അല്ലാഹുവിനോട് സ്നേഹം കിട്ടണമെങ്കിലേ ഞാൻ പറഞ്ഞത് കേട്ടോളി. എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, എന്താ പായത്തെ പ്രവാചകനിലൂടെ അള്ളാഹുവിലേക്ക്. വമൻ യുതിഇല്ലാഹ വറസൂല വമൻ യുതിഇർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്. എന്താ? റസൂലിന് വഴിപ്പെട്ടാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ടു. അപ്പോൾ റസൂൽ വഴിപ്പെട്ടില്ലെങ്കിലോ അള്ളാഹ്ക്ക് വഴിപ്പെട്ടില്ല. നമ്മൾക്ക് വലിയ തൗഫീഖിൻ്റെ ആളുകളല്ലേ. നമ്മൾക്ക് ആ ഹബീബിന് ഉമ്മത്തായല്ലോ, മുസ്ലിം ആയല്ലോ. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ, വിശ്വാസികളെ കൂട്ടത്തിൽ ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെടാൻ സൗഭാഗ്യം ലഭിച്ചല്ലോ. മാഷാ അല്ലാഹ്. ചില പ്രവാചകന്മാർ വരെ കൊതിച്ചില്ലേ, ഞാനും മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ പെട്ടിരുന്നുവെങ്കിൽ. മാഷാ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളെ 49ാമത്തെ പിതാവാണ് അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സ്വർഗത്തിലെ പഴവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പുറത്തു കിട്ടിയത്, എങ്ങനെ അള്ളാഹുവിന് വീണ്ടും ഇഷ്ടമായത് വിശദീകരണം അർഹിക്കുന്നുണ്ടെങ്കിലും ഹബീബിനെ കൊണ്ട് തവസ്സുലാക്കി. ഒരു മുഹമ്മദ് എന്ന് പേര് കണ്ടപ്പോൾ അപ്പോൾ അള്ളാഹ് ചോദിച്ചു, അല്ല ആദമേ അലൈഹിസ്സലാം, നിങ്ങൾക്കെങ്ങനെ മുഹമ്മദ് നബി അറിയുന്നു? അള്ളാഹുവേ, നീ എന്നിലേക്ക് ആത്മാവിനെ റൂഹിനെ ഫിറ്റ് ചെയ്തപ്പോൾ
ആദ്യമായി കണ്ണ് തുറന്ന് അർശിന്റെ കാലുകളിൽ നിന്ന് നോക്കിയപ്പോൾ അയ്മണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ പേരിനോട് അടുപ്പിച്ച് മറ്റു പേര് പറയുമ്പോൾ നിന്നിലേക്ക് ഏത് ഇഷ്ടപ്പെട്ടാൽ എനിക്കറിയാം. അപ്പം അള്ളാഹ് പറഞ്ഞേ, എൻ്റെ മുഹമ്മദിനെ ഞാൻ പടച്ചില്ലായിരുന്നുവെങ്കിൽ ആദമേ ലമാ ഖലഖതുക, ഞാൻ നിന്നെ പടക്കില്ലായിരുന്നു. അപ്പം ഈ ലോകത്തിൻ്റെ സബബ് അള്ളാന്റെ ഹബീബല്ലാത്ത എല്ലാ മഖ്ലൂഖാത്തിൻ്റെയും കാരണക്കാർ ഹബീബാണ്. ഹബീബിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം പടച്ചത്. നമ്മളോ നാളെ ആഖിറത്തിൽ ഒരു കൂസലുമില്ലാത്ത ഒരാൾ, ഒരു പേടിയില്ലാത്ത, സ്വന്തം കാര്യത്തിൽ ഒരു വേജാറില്ലാത്ത ആൾ മുത്തനെയും മാത്രം. എല്ലാവരും നഫ്സി 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 എന്ന് വിളിച്ച് പറയുമ്പോൾ ഒരൊറ്റ വ്യക്തി മാത്രം, അതാരാ? ഹമാരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ? ഉമ്മത്തി 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 പറഞ്ഞു ഓടി നടക്കുക. എത്ര സ്നേഹമുള്ളവരാ. അല്ലാഹുവേ, ആ ഹബീബിനെ ഞങ്ങൾക്ക് ഉണർച്ചയിലും മനാമിലും കാണിച്ചു ഞങ്ങളെ സന്തോഷിപ്പിക്കുക.